2024 LDC പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫൈനൽ ആൻസർ പ്രകാരമുള്ള ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഇവിടെ ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിൽ രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയും. ഉദാഹരണമായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ നിയമം മുഖേന പാർലമെന്റ് ഒക്കെ രൂപീകരിക്കുന്ന നിയമം മുഖേന രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിലൊരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന കാര്യം ഓർക്കുക. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏതെന്ന് പറയുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപം കൊണ്ടതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് എന്ന് പറയുന്നത് സ്വയംഭരണ അധികാരമില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ സ്വയംഭരണ അധികാരമുണ്ടോ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കണ്ടുപിടിക്കേണ്ട അണ്ടർലൈൻ ചെയ്ത ഭാഗത്തേക്ക് നോക്കുക. ശരിയായ പ്രസ്താവനയാണ്. 1 എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. എ എന്ന് പറയുന്ന ഓപ്ഷനിലും ബി എന്ന് പറയുന്ന ഓപ്ഷനിലും സി എന്ന് പറയുന്ന ഓപ്ഷനിലും 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ബി സി തെറ്റാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റയടിക്ക് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരി എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ബാക്കി സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും ചില സ്റ്റേറ്റ്മെന്റുകൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുക, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് എന്താണ്? സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. ഇത് എന്താണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2007 മെയ് മാസം 4-ാം തീയതിയാണ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് 2005 ഈ നിയമമൊക്കെ പാസ്സാക്കിയെങ്കിലും 2007 മെയ് 4-ാം തീയതിയാണ്. അപ്പൊ 2007 മെയ് 4-ാം തീയതി കേരളത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊള്ളുന്നത് ആദ്യമായിട്ടാണ്. അതെവിടെയാണ്? നമ്മുടെ കേരളത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ വികാസ് ഭവൻ. അതിനെ വിളിക്കുന്നത് ഒബ്സർവേറ്ററി ഹിൽസ് എന്നാണ്. ഈ ആസ്ഥാനത്തെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? ഒബ്സർവേറ്ററി ഹിൽസ് എന്നാണ് വിളിക്കുന്നത്. ഒബ്സർവേറ്ററി ഹിൽസ് എന്നാണ് ഈ ഒരു ആസ്ഥാനം അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം വികാസ് ഭവൻ ഒബ്സർവേറ്ററി ഹിൽസ്, ഇവിടെയാണ് എന്ത്? ഈ പറയുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 2007 മെയ് 4-ന് രൂപീകരിച്ചു. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനായിരുന്നു ഈ ഒരു സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ഈ ഒരു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സുരക്ഷായാനം എന്നതാണ്. എന്താണ് ആപ്തവാക്യം? സുരക്ഷായാനം എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സുരക്ഷായാനം എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. ഇനി ഇവിടെ തന്നിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇവിടെ തന്നിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഓൾറെഡി നമ്മൾ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കി. ആ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എന്ത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആ ഒരു ഘടനയിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സംസ്ഥാന ധനകാര്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമാണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. ഇനി ഓർത്തിരിക്കുക, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആര് അംഗമാണ്? നമ്മുടെ കൃഷി മന്ത്രി അംഗമാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ റവന്യൂ മന്ത്രി എന്താണ്? കേരള സംസ്ഥാന
ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമാണ്. ഈ പറയുന്ന എല്ലാ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. കാരണം നമ്മുടെ കേരള ഗവർണൻസ് എന്ന് പറയുന്ന മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ഒന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റി. അതിൽ നിന്ന് എപ്പോഴും PSCക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ചെയർമാനാണ്. ഇതുകൂടാതെ കൃഷി മന്ത്രിയും റവന്യൂ മന്ത്രിയും ഇതിലുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇനി ഈ റവന്യൂ മന്ത്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനാണ് ആരെന്ന് പറയുന്നത് റവന്യൂ മന്ത്രി എന്ന കാര്യം ഓർക്കുക. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതാണ് റവന്യൂ മന്ത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മാക്സിമം അംഗങ്ങൾ എന്ന് പറയുന്നത് 10 അംഗങ്ങൾ വരെ ആകാമെന്നാണ് പറയുന്നത്. നിലവിൽ എന്താണ് 7 അംഗങ്ങളാണുള്ളത്. ഈ 7 അംഗങ്ങളും എന്ത് തന്നെയാണ്, ഈ 7 അംഗങ്ങളും എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിലവിൽ 7 അംഗങ്ങളാണുള്ളത്. നിലവിലുള്ള എല്ലാ അംഗങ്ങളും, അതായത് ഈ 7 അംഗങ്ങളും എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയാണ്. അതായത് മറ്റു പദവികൾ വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദവിയും വഹിക്കുന്നു. അതാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ 3 വ്യക്തികളുടെ പേര് പറഞ്ഞു. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. CM ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ടോട്ടൽ 7 പേരുണ്ട്. അപ്പൊ ആ 7 ആൾക്കാർ ആരൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കണം. അതിൽ ഒന്നാമത് നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് വൈസ് ചെയർമാൻ എന്ന് പറയും. അപ്പൊ CM എന്ന് പറയുന്ന ചെയർമാനാണ്, റവന്യൂ മന്ത്രിയാണ് എന്ത് ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ആരും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, കൃഷി മന്ത്രിയും കൂടെ ഇതിൽ അംഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 3 വ്യക്തികളുടെ പേര് പറഞ്ഞു. ഇനി നമുക്ക് 4 പേരുകൾ പഠിക്കണം. അതിൽ അടുത്തതായിട്ട് നമ്മളിപ്പോൾ റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ വിഭാഗത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. റവന്യൂ വിഭാഗത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിലെന്താണ് അംഗമാണ്. അതായത് കൃത്യമായി പറഞ്ഞ റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗമാണ്. റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്താണ് ഇതിൽ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ നമ്മുടെ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, ഈ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്താണ് ഇതിൽ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ എന്താണ് ചീഫ് സെക്രട്ടറിയും എന്താണ് ഇതിൽ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ CM ഉണ്ട്. CM ആണ് ഇതിന്റെ ചെയർമാൻ. അതേപോലെ തന്നെ ഇതിന്റെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അതുകൂടാതെ റവന്യൂ വിഭാഗത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൽ അംഗമാണ്. അതായത് റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൽ അംഗമാണ്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു കൃഷി മന്ത്രി ഇതിലെ അംഗമാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൽ അംഗമാണ്. അതേപോലെ തന്നെ മറ്റ് ഒന്ന് ഇതിനൊരു CEO ഉണ്ട്. ഇതിന് ആരുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്. ആരാണ് നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ് ഈ CEO പദവിയിൽ ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്, നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹമാണ് ഇതിന്റെ കൺവീനർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ റവന്യൂ വകുപ്പിന്റെ റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ പദവിയിലുള്ളത്. ചീഫ് എക്സിക്യൂട്ടീവ് പദവിയിലുള്ളത് ആരാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന നമ്മുടെ ചീഫ് സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇപ്പൊ എത്ര പേരായി, CM വന്നു, റവന്യൂ മന്ത്രി വന്നു, ഒപ്പം അതിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വന്നു, പിന്നെ കൃഷി മന്ത്രി വന്നു, ഒപ്പം CEO ചീഫ് സെക്രട്ടറി എന്ന് പഠിച്ചു. ഇനി നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും വന്നു. അപ്പൊ ഇപ്പൊ മൊത്തം 6 പേരായി. ടോട്ടൽ 7 പേരിലെ 7ാമതായിട്ട് വരുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയാണ്. അപ്പൊ 7ാമത് വരുന്ന ആരാണ്, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയാണ് ആര് വരുന്നത്, നമ്മുടെ 7ാമതായിട്ട് വരുന്നത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി, ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് 7ാമതായിട്ട് വരുന്നു. അപ്പൊ ഈ 7 പേരുകളാണ് പ്രധാനമായിട്ട് ഓർക്കുക. ചെയർമാൻ ആണ് ഇതിൽ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്.
അതേപോലെ CEO ആയിട്ട് വരുന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ഇതിനൊരു കൺവീനർ ഉണ്ട്. റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കൺവീനർ ആയിട്ട് വരിക. ഇത് കൂടാതെ ഇതിൽ കൃഷിമന്ത്രി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു പേര് പരിചയപ്പെട്ടത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മെമ്പർ സെക്രട്ടറി ആയിട്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് മന്ത്രി അദ്ദേഹം എന്താണ് ഇതിൽ ഉൾപ്പെടും. പക്ഷെ നിലവിൽ അത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ എടുത്തത് പറയുന്നില്ല. അപ്പൊ ഇത്രയും ആൾക്കാരാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ള അംഗങ്ങൾ. അതേപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം വന്ന എന്നാന്ന് വെച്ചാൽ 2010 ദുരന്ത നിവാരണ നിയമം വരുന്നത് 2005 അതേ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി 2007 മെയ് 4 രൂപീകരിച്ചു. അതേപോലെ തന്നെ നയം വന്നതെന്നാണ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം വന്നത് എന്നാന്ന് വെച്ചാൽ അത് 2010. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഓരോ തീയതികളും ഡേറ്റുകളും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ഇതെല്ലാം എന്താ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാവുന്നതാണ്. ഒപ്പം ഓരോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിയതെന്നും ഇത്രയും നേരം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റിയത്? അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് എന്താണ്? സ്വയംഭരണ അധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റിയത്? ധനമന്ത്രിയല്ല, കൃഷിമന്ത്രിയാണ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ 22ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു, ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് എന്താണ്? ശ്രേണീപരമായ സംഘാടനമാണ്. അല്ലെ, നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ കുറെ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. അതിന് മുകളിലോട്ട് പോകുന്തോറും ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയും. അങ്ങനെ ഒരു പിരമിഡ് ഷേപ്പിൽ നമ്മൾ SCERT പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നു. ഇനി സ്ഥിരത എന്ന് പറയുന്നതും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾ ഒരു LD ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയ ഒരു നിശ്ചിത കാലം വരെ നമുക്ക് ആ പദവിയിൽ തുടരാൻ പറ്റും. അതാണ് ഇവിടെ സ്ഥിരത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനം. അതായത് നമ്മൾ LDCക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. +2 ലെവലുള്ള തസ്തികയുണ്ട്, ഡിഗ്രി ലെവലുള്ള തസ്തികയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തസ്തികയ്ക്കും അതിൻ്റെതായിട്ടുള്ള യോഗ്യതയുണ്ട്. അതാണ് ഇവിടെ മൂന്നാമത് പറയുന്നത്. ഇനി രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. അപ്പം നാലാമതായിട്ട് ഇവിടെ അതിൻ്റെ സവിശേഷതയിൽ പറയുന്നത് എന്താണ്? രാഷ്ട്രീയ നിഷ്പക്ഷതയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പദവിയിൽ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു അനുഭാവിയുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ആ പദവിയിൽ ഇരിക്കുമ്പോൾ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല? രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം പാടത്തില്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? നിങ്ങളുടെ ജോലി നിർവഹിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? രാഷ്ട്രീയ നിഷ്പക്ഷത എന്നത് എന്താണ്? ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നു. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് എന്താണ്? വൈദഗ്ധ്യമാണ്. അപ്പോൾ അഞ്ചാമതായിട്ടും അവസാനമായിട്ടും പറയുന്നത് എന്താണ്? വൈദഗ്ധ്യമാണ്. അതായത് ഏതൊരു തൊഴിലിലും നിങ്ങൾ ഏർപ്പെടുമ്പോൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. നിങ്ങൾ ആ ജോലിയിൽ എന്തായിരിക്കണം? കഴിവുള്ളവരായിരിക്കണം. അതാണ് ഈ വൈദഗ്ധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവയെല്ലാമാണ് എന്ത്? ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മളുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രേണീപരമായ സംഘാടനം, രാഷ്ട്രീയ നിഷ്പക്ഷത തന്നിരിക്കുന്നു. അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം അവിടെ വൈദഗ്ധ്യത്തെ കുറിച്ച് പറയും, പക്ഷെ കൂട്ടുത്തരവാദിത്വം ഇല്ല. അപ്പൊ ഇവിടെ ഒന്ന് മാത്രമാണ് ശരി. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് SCERT പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ചോദ്യം ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരങ്ങൾ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം.
അപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുന്നതാണ് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഫയലുകൾ അത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. കോടതി പരിഗണനയിലുള്ളവ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് എന്ത് പറ്റില്ല, വെളിപ്പെടുത്താൻ പറ്റില്ല. ഇനി രാജ്യസുരക്ഷയെയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല. ലോഗ് ബുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെളിപ്പെടുത്താൻ പറ്റും. അപ്പോൾ 1ഉം 4ഉം നമുക്ക് വെളിപ്പെടുത്താം. അങ്ങനെ ഒരു ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്ന് കണ്ടെത്തുക. അപ്പൊ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ എന്താണ്, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്തതും ബാക്കി തന്നിരിക്കുന്ന 3 ഹരിത കേരള മിഷന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതുമാണ്. ഇത് PSC എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് വനവൽക്കരണം എന്ന് പറയുന്നത് ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത ഒരു മേഖലയാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. 2016 ഡിസംബർ മാസം 8-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൃഷി, ജലസംരക്ഷണം, ശുചിത്വം എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, ഹരിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് KJ യേശുദാസ്. എപ്പോഴും PSCയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശുചിത്വവും ജലസമൃദ്ധിയും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തിൽ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഹരിത കേരള മിഷന്റെ ലക്ഷ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ജലസംരക്ഷണം, ശുചിത്വം, അതുപോലെ തന്നെ കൃഷി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ പറയുന്ന ജലസംരക്ഷണം, അതായത് ഇതിന്റെ കുറച്ച് ഉപദൗത്യങ്ങളുണ്ട്. ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങളുണ്ട്. അതിൽ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപദൗത്യമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. എന്താണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്? ഇനി ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ജലസമൃദ്ധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനമാണ് ഈ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് സുജലം, സുഫലം തുടങ്ങിയ പദ്ധതികൾ. അപ്പൊ ജലസമൃദ്ധി, അതുപോലെ തന്നെ സുജലം, സുഫലം, ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ഉപദൗത്യത്തിനുള്ളിൽ വരുന്നതാണെന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചോദ്യം തന്നെയാണ്. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി എന്നിവയാണ് ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന മേഖല. ഊന്നൽ നൽകാത്തതാണ് വനവൽക്കരണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വനമൊക്കെ അതിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഓർക്കേണ്ട ജലസംരക്ഷണം, ശുചിത്വം, കൃഷി. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി എന്ന കാര്യം ഓർക്കാം. അപ്പം എന്താണ് ജലസംരക്ഷണം, ശുചിത്വം, കൃഷി. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി. ഇത് മൂന്നുമാണ് എന്ത് ഊന്നൽ നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ഗ്രന്ഥി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കരളാണ്. അപ്പോൾ ദഹനരസത്തിൽ രാസാഗ്നി ഒന്നുമില്ലാത്ത ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കരളാണ്. ഇപ്പോൾ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് കരളാണ്. ഈ കരള് പുറപ്പെടുവിക്കുന്ന ദഹനരസമാണ് ഏതെന്ന് പറയുന്നത് പിത്തരസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പിത്തരസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പിത്തരസത്തിൽ ഉള്ള വർണ്ണവസ്തുക്കളാണ് ബില്ലിവിർഡിൻ. എന്താണ് ബില്ലിവിർഡിൻ, അതുപോലെ തന്നെ ബില്ലിറൂബിൻ. മറ്റൊന്നാണ് എന്ത് ബില്ലിറൂബിൻ. ഇത് രണ്ടും എന്നാണ് പിത്തരസത്തിലെ വർണ്ണ വസ്തുക്കളാണ്. അപ്പോൾ ഇവിടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. ആ പിത്തരസം എവിടെ പോയിട്ട് സംഭരിക്കും? പിത്താശയത്തിൽ അല്ലെങ്കിൽ ഗാൾ ബാൾഡറിൽ പോയിട്ട് എന്താണ് സംഭരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പിത്തരസത്തിലുള്ള വർണ്ണ വസ്തുക്കളാണ് ഏതെന്ന് പറയുന്നത് ബില്ലിറൂബിനും ബില്ലിവിർഡിനും എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് ആഗ്നേയ ഗ്രന്ഥി, അല്ലെങ്കിൽ നമ്മൾ അതിനെ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് നമ്മൾ പറയും. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. എൻസൈം, അതുപോലെ തന്നെ ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാലും ഈ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അന്തസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ബഹിർസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ
ഇതിനെയാണ് എന്ത് മധുരഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസ് ആണ് ഏത് ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പാൻക്രിയാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോണും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം, അപ്പോൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്തരം എന്താണ്? കരൾ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതും മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ടെറ്റനി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അതായത് ഇവിടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് എന്താണ് കാൽസ്യത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഈ പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇത് ഈ പറയുന്ന ടെറ്റനി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് തെർമോൺ സഹായിക്കുന്നത്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നാണ് രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പാരാതെർമോൺ. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ടെറ്റനി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് എന്താണ്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ഈ ടെറ്റനി ബാധിക്കുന്ന പേശികളെയാണ്. എവിടെയാണ് ഇത് ബാധിക്കുന്നത്? പേശികളെയാണ് ഇത് ബാധിക്കുക. പേശികളെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ബ്ലഡ് ആണ്. 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ബ്ലഡ് ആണ്. 100 മില്ലി ലിറ്റർ ബ്ലഡിൽ ഇത്രയും കാൽസ്യത്തിന്റെ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം ആണ്. 9 മുതൽ 11 മില്ലിഗ്രാം ആണെന്ന കാര്യം ഓർക്കുക. 9 മുതൽ 11 മില്ലിഗ്രാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ കാൽസ്യം എന്ന് എഴുതൂലേ, CALCIUM, കാൽസ്യം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് താത്തുക. അപ്പോൾ അതൊരു 9 തോന്നുന്നുണ്ടോ? ഇനി നോക്കുക, അടുത്തത് ഇതിങ്ങോട്ട്, ഈ സീനി ഇങ്ങോട്ട് ഏകദേശം ഒരു 1 ആക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 9 മുതൽ 11 വരെ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പരീക്ഷാളിൽ ചെല്ലുമ്പോൾ കാൽസ്യം എഴുതി കഴിഞ്ഞാൽ 9 മുതൽ 11 നമുക്കവിടെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അവിടെ 100 മില്ലി ലിറ്റർ ബ്ലഡിൽ 9 മുതൽ 11 മില്ലിഗ്രാം കാൽസ്യത്തിൻ്റെ അളവ് നോർമൽ. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകുന്നതാണ് ടെറ്റനി എന്ന് പറയുന്നത്. ഇത് പേശികളെയാണ് ബാധിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ രോഗകാരി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഏതാണ്? ലെപ്റ്റോസ്പൈറ എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ലെപ്റ്റോസ്പൈറ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു കൃത്യമായിട്ടുള്ള ആ രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ഇക്കഡറോ ഹെമറേജിയ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് എന്ത് ഈ പറയുന്ന എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി. അതായത് നമ്മൾ ബാക്ടീരിയ എന്ന് നമ്മൾ പറയും. അതേ സമയത്ത് ഇവിടെ എന്താണ് രോഗകാരിയായിട്ട് കൃത്യമായി പറയണം അതിൽ ഏതാണെന്ന് വെച്ചാൽ ലെപ്റ്റോസ്പൈറ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ അടുത്ത ചോദ്യം എംഫിസിമ എന്ന രോഗത്തിന് കാരണം നമുക്കറിയാം ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. അത് പുകവലി മൂലമാണ് നമ്മുടെ ഈ പറയുന്ന രോഗമുണ്ടാകാൻ കാരണം. അതായത് നമ്മൾ ഈ പുക വലിക്കുന്നവരിൽ ഈ പുകയിലയിലെ വിഷപദാർത്ഥങ്ങളുണ്ടല്ലോ, അത് ഈ നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുത്തും. അതുമൂലം അവ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടുന്നത് മൂലം ഇത് ശ്വാസകോശത്തിലെ ആ ഒരു ശ്വസനത്തിനുള്ള പ്രതലമുണ്ടല്ലോ, ആ പ്രതലത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കും. അങ്ങനെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ കുറയപ്പെടും. ആ ഒരു കാരണം മൂലം ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന എംഫിസിമ എന്ന് പറയുന്ന ഈ ഒരു രോഗം. അപ്പോൾ എംഫിസിമ എന്ന് പറയുന്നത് ഒരു ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് എംഫിസിമ. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ തകരാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശ്വാസകോശ അർബുദം പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ തകരാറാണ്. അതേപോലെ തന്നെ പക്ഷാഘാതവും ഈ പറയുന്ന പുകവലി മൂലം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ചോദ്യം എംഫസിമ എന്ന രോഗത്തിന് കാരണം അതൊരു ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ്, പുകവലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത്
നാലാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതെന്നാണ് 29ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 29ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നാലാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏത് എന്നതാണ് നമ്മുടെ 29ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയാണ്. എന്താണ്? ന്യൂഡൽഹി ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത് 2023 ഈ പറയുന്ന 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് നടന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ഈ ന്യൂഡൽഹിയാണ് 2023. ഇവിടെ എന്താണ്? നാലാമത് ഇന്തോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് അത് നമ്മുടെ ന്യൂഡൽഹി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് 2021 ഇത് നടക്കുന്നത്. 2021 ഇത് നടക്കുന്നത്. 2021 ഇത് നടക്കുന്നത്. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ പറഞ്ഞത്. 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് നടന്നത് ന്യൂഡൽഹിയിലാണ് 2023. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇതിൽ പങ്കെടുത്തു. 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൽ പങ്കെടുത്തു രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ ജയശങ്കറും. അപ്പോൾ ഇവിടെ എന്താണ്? 5ാമത് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗ് അത് നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് 2023. ഇനി നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ആരവും ഫോക്കസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ FV/R/2 ആണ്. 30 തന്നു. 30ന്റെ പകുതി എത്രയാണ്? 15 ആണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് എന്ത് കിട്ടി? ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പഠിക്കാറുള്ളതാണ്, ഇങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. ഇതിനെ എന്നാണ് നമ്മൾ എന്താ പറയുക? ആയതി എന്നാണ് നമ്മൾ പറയുക. ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ താപനില എത്രയായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിനെ എങ്ങോട്ട് മാറ്റണം? ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് മാറ്റണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. F = ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 + 32 എന്നതാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഈ ഡിഗ്രി സെൽഷ്യസ് 35 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തുവഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 35 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 7 9 7 എത്രയാണോ? 9 7 63 ആണ്. 63 35 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 95 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 95 ഡിഗ്രി ഫാരഡ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണെന്നാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ C ആണ്. 5 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇതൊക്കെ ഡയറക്റ്റ് SCERT ടെക്സ്റ്റ് ബുക്കാണ്. അവിടെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടോപ്പിക്ക് അവിടെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു പോകുന്ന അത് അതേപോലെ എടുത്ത് ചോദിക്കുകയാണ്. അവിടെ പറയുന്ന മറ്റൊന്നാണ് ഈ ക്യാരറ്റ് ക്യാബേജ് കൃഷിക്കൊക്കെ അനുയോജ്യമായ pH അവിടെ പറയുന്നുണ്ട് 7 മുതൽ 8 എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ക്യാരറ്റ് എന്ന് എഴുതുമ്പോൾ കായല്ലേ, ആ കായിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 പോലെ തോന്നുന്ന കണ്ടിട്ടുണ്ടോ? കാരറ്റ് ഇതാ ഈ ഒരു ഭാഗം 8 പോലെ തോന്നുന്നില്ലേ? ആ 8 ഇവിടെ എടുക്കുക, 1 കുറയ്ക്കുക 7 മുതൽ 8 വരെയുള്ള pH. അതേപോലെ തന്നെ ഈ മിക്ക വിളകൾക്കും യോജിച്ച pH എന്ന് പറഞ്ഞിട്ട് അവിടെ തരുന്നത് 6.5 മുതൽ 7.2 വരെയാണ്. 6.5 മുതൽ 7.2 വരെയാണ്. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് 5 എന്ന് തന്നു. 7 മുതൽ 8 വരെ ക്യാരറ്റും ക്യാബേജും. അതേപോലെ തന്നെ 6.5 മുതൽ 7.2 വരെയാണ് എന്ത് മിക്ക വിളകളുടെയും pH മൂല്യം എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ മണ്ണിലെ pH മൂല്യം മിക്ക വിളകൾക്കും 6.5 മുതൽ 7.2 വരെയാണ്. 6.5 മുതൽ 7.2 വരെയാണ്. 6.5 മുതൽ 7.2 വരെ. ഉരുളക്കിഴങ്ങ് ഓർത്തിരിക്കുക 5 ആണ്. ഒപ്പം ഇവിടെ ക്യാരറ്റും ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH 7 മുതൽ 8 വരെയാണ്. ഇനി എന്താണ് ഈ pH എന്ന് പറയുമ്പോൾ? pH സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു വസ്തു അസിഡിക് സ്വഭാവം ഉള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവം ഉള്ളതാണോ എന്ന് പരിശോധിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. അതിൽ 0 മുതൽ
14 വരെയുള്ള റീഡിംഗ് ആണ് കാണുക. ഇതിൽ ഈ 7 എന്ന് പറയുന്ന റീഡിംഗ് ആണെങ്കിൽ അത് ശുദ്ധജലത്തെ അല്ലെങ്കിൽ നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. 7 കുറഞ്ഞ അസിഡിക്ക് 7 കൂടിക്കഴിഞ്ഞാൽ ബേസിക് സ്വഭാവം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് 6.5 മുതൽ 7.2 ആണ് മിക്ക വിളകളുടെയും യോജിച്ച മണ്ണിൻ്റെ pH. അതേസമയത്ത് 7 മുതൽ 8 വരെ ക്യാരറ്റ്, ക്യാബേജ്. 5 നമ്മളിപ്പോൾ ചോദ്യത്തിൽ വന്നു ഉരുളക്കിഴങ്ങ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ചോദിച്ചാൽ 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? 7 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ചോദിച്ചാൽ അത് നമ്മുടെ ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർക്കുക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരും. നമ്മൾ ആവർത്തന പട്ടിക പീരിയോഡിക് ടേബിളിൽ കൃത്യമായിട്ട് ഒരു സ്ഥാനം ഏതിന് കൊടുത്തിട്ടില്ല, ഹൈഡ്രജന് കൊടുത്തിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർക്കുക. ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് SCERT പറഞ്ഞു പോകുന്നുണ്ട്. ആ പോയിന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പറയുന്നത് ഇവിടെ നോക്കുക, പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുമ്പോൾ ഹൈഡ്രജൻ്റെ സ്ഥാനം എന്നൊരു ഹെഡിങ്ങിൽ പറയുന്നുണ്ട്. മിക്ക പീരിയോഡിക് ടേബിളിൽ നമ്മൾ നോക്കിയാൽ ഹൈഡ്രജൻ എവിടെയാണ്? ആൽക്കലി ലോഹങ്ങൾക്ക്, അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിന് മുകളിലായിട്ടാണ് ഹൈഡ്രജൻ നൽകിയിട്ടുള്ളത്. പക്ഷേ ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമാണ്, പക്ഷേ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. എന്നാൽ ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലജനുകളെ പോലെ എന്താണ്? ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഹൈഡ്രജന് അവിടെയും ഇവിടെയും വെക്കാൻ പറ്റത്തില്ല. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിലാണ്. അപ്പോൾ എന്താണ്? അതും ഈ ഹൈഡ്രജൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ പ്രയാസമാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജ്ജം എന്താണ്? ഹാലജനുകളെ പോലെ ഉയർന്നതാണെന്നും പറയുന്നു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ ആൽക്കലി ലോഹങ്ങളെ പോലെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അതല്ലാത്ത രീതി കാണിക്കുന്നു. അത് കൃത്യമായിട്ട് ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പൊസിഷൻ നിർണ്ണയിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി അമോണിയ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ക്ലോറിൻ, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇതൊക്കെ എന്താണ്? താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു. അവിടെ ഉത്തരമായിട്ട് വന്ന ഏതാണ്? അമോണിയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അമോണിയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ചോദ്യം കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.